ഇനി നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറം തിരൂർ പറവണ്ണയിലെ 112 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായിട്ട് മണിക്കൂറുകളായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. പ്രതിഷേധവുമായി വോട്ടർമാർ രംഗത്തെത്തുകയാണ്. ദിലീപ്, ഇതും നമ്മൾ മുൻപ് സൂചിപ്പിച്ച വാർത്തയാണ്. ഇവിടെ പ്രായമായവരും രോഗികളും ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുകയാണ്. ഈ പോളിംഗ് യന്ത്രം തകരാറായതിനെ തുടർന്ന് വിവരങ്ങളുമായി തിരൂരിൽ നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ്, ഇത് അല്പം മുമ്പാണ് നിഖിൽ പങ്കുവച്ച വിവരമാണ്. അപ്പോൾ ഇതുവരെ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടി ഉണ്ട്. അതിൽ നമ്മൾ അങ്ങനെ കാണണമെന്ന് തോന്നുന്നു. ഇപ്പോൾ രാവിലെ മുതൽ ചിലയിടങ്ങളിലൊക്കെ ഈ മോക്ക് പോളിന്റെ സമയത്ത് പോലും യന്ത്ര തകരാറൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അപ്പോൾ തന്നെ അതൊക്കെ പരിഹരിച്ച് പുതിയ യന്ത്രങ്ങളൊക്കെ എത്തിച്ചത് മാറ്റിയിരുന്നു, അത് പരിഹരിച്ചിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ അല്പസമയമായിട്ട് അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. മുൻപ് നമ്മൾ പറഞ്ഞപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നത് പോലെ തന്നെ പ്രായമായ ഒരുപാട് ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ എത്തും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ മണിക്കൂറുകൾ കാത്തു നിൽക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമായ കാര്യമല്ല. ഒന്നാമത് കാലാവസ്ഥയും പ്രതികൂലമാണല്ലോ, ചൂട് കാലമാണ്. അപ്പോൾ വോട്ടർമാരൊക്കെ ഈ ചൂടത്ത് കുഞ്ഞുങ്ങളുമായി, നമുക്കറിയാം കൈക്കുഞ്ഞുങ്ങളുമായൊക്കെ എത്തുന്ന പല വോട്ടർമാരുണ്ട്. അവരൊക്കെ പ്രായമായവരുണ്ട്. അപ്പം അവരൊക്കെ അവിടെ വന്ന് ഈ മണിക്കൂറുകളോളം കാത്തു നിൽക്കുക എന്നത് വലിയ ദുഷ്കരമായൊരു കാര്യമാണ്. തീർച്ചയായും. നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിൽ, ഇപ്പോഴും അത് പരിഹരിക്കാനായിട്ടില്ലേ? എന്താണ് പ്രശ്നം? നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകുക. മലപ്പുറത്ത് തിരൂർ പറവണ്ണയിലെ 112 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രമാണ് തകരാറിലായിരിക്കുന്നത്. മണിക്കൂറുകളായിരിക്കുന്നു ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലായിട്ട്. ബാറ്ററിയുടെ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയമായി ഈ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇതുവരെ തകരാർ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്ര വലിയ കാലതാമസം ഉണ്ടാകുന്നത്? വസ്തുത ദിലീപ്, ഇന്ന് രാവിലെ മുതൽ വെട്ടം പഞ്ചായത്തിലെ പറവണ്ണയിലെ 112 നമ്പർ ബൂത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. രാവിലെ മുതൽ വളരെ സ്ലോ ആയിട്ടാണ് ഇവ പോൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ വലിയ നിര നമുക്കിവിടെ പ്രകടമായി കാണാൻ കഴിയുന്നതും. ഇപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട് വന്ന ഉമ്മമാരും അതോടൊപ്പം തന്നെ ഈ പ്രായമായ ആളുകൾ, അവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരുപാട് സമയം ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലമാണ് തിരൂർ നിയോജക മണ്ഡലം. അതിലെ തന്നെ സാമാന്യം നല്ല വോട്ടർമാരുള്ള ഒരു ബൂത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ വളരെ സമയമായി ഇവിടെ വന്ന് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഏതാണ്ട് 2 മണിക്കൂറിലധികം ആ പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരിക്കെ പോലും ഒരുപാടധികം ആളുകൾ പോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ? ഒരുപാട് സമയം ഇവിടെ അങ്ങനെ നീണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഒരു മണിക്കൂറിന് മേലെ ഏകദേശം നീണ്ടുപോയിട്ടുണ്ട്. ബാറ്ററി ചേഞ്ചിങ്ങിന്റെ പ്രശ്നമായിട്ട്. അത് ഈ വോട്ടിംഗ് മെഷീന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുന്ന വോട്ടിംഗ് മെഷീനിൽ ബാറ്ററി ഡൗൺ ആയി പെട്ടെന്ന് വെച്ചിട്ട്. ഇതിപ്പോ 112 ബൂത്താണ് ദിലീപ് നമുക്ക് കാണുന്നത്. ഇതിന് തൊട്ട് ചേർന്ന് മറ്റൊരു ബൂത്ത് കൂടെ ഉണ്ട്. അവിടെ ഒരുപാടധികം ആളുകളുണ്ട്. ഉമ്മ എപ്പോഴാ വന്നേ ഉള്ളോ? 2 മണി. എത്ര സമയം? 2 മണി കഴിഞ്ഞിട്ട് വന്നാണ്. 3:45 3:50 അല്ലേ? അപ്പോൾ ഈ മെഷീൻ തകരാറിലായതുകൊണ്ട് എത്ര വൈകി? അപ്പം ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ബൂത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ അവിടെ ഒരുപാടധികം ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഈ ഉച്ചയോടുകൂടി വോട്ട് ചെയ്ത് വേഗം മടങ്ങാം എന്നുള്ളൊരു ഇതിൽ എത്തിച്ചേർന്നതാണ്. പക്ഷേ അവർക്കൊന്നും തന്നെ ഇതുവരെ വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത്. ദിലീപ്, അസിത, ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട് വോട്ട് ചെയ്യാൻ വന്ന ആളുകളുണ്ട്. അവർക്ക് ഒരുപാട് സമയമായിട്ട് കാത്തിരിക്കുന്നത്. നിങ്ങളെപ്പോൾ വന്നതാ? ശരി, 1 മണിക്കൂറായി. ഈ വോട്ടിംഗ് മെഷീന്റെ തകരാറുകൊണ്ടാണോ അങ്ങനെ ഇവരൊക്കെ ഇത് അങ്ങനെ വളരെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമായിട്ട് വലിയൊരു ക്യൂ രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുള്ള ആളുകൾ സാധാരണ ഉച്ച കഴിഞ്ഞിട്ടാണോ വോട്ട് ചെയ്യാൻ വരാറ്? 6 മണിയൊക്കെ 5:30 ഫുള്ള് വോട്ട് നല്ല പോളിംഗ്. അപ്പോഴേക്കും അപ്പൊ ഇനിയും ഉയരും കൂടാൻ സാധ്യത ആണ്. ഈ ബൂത്തുകളിലൊക്കെ ഉറപ്പായിട്ടും ആളുകളുടെ ക്യൂ ഇനിയും നീളാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ദിലീപ്, ഒരുപക്ഷെ 6 മണിക്ക് ശേഷവും പോളിംഗ് തുടരാൻ സാധ്യതയുള്ള ഒരു ബൂത്തായി അത് മാറുന്നുണ്ട്. ഇപ്പോൾ തന്നെ വലിയ മാത്രമല്ല അസിത, ഈ തെരഞ്ഞെടുപ്പിനോടുള്ള അവരുടെ വോട്ട് ചെയ്യാനുള്ള ആ ജനങ്ങളുടെ ആ താല്പര്യം, കാരണം മണിക്കൂറുകളോളം അവിടെ തന്നെ കാത്തിരിക്കുകയാണ് അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടേ പോകൂ എന്ന ഒരു ഇച്ഛാശക്തിയോടുകൂടി എത്തിയ ജനങ്ങളാണ്. അവർ വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ തകരാറുകൾ പരിഹരിച്ചതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് ശേഷമാണ്
ആ തകരാർ പരിഹരിച്ചത്. അതെ, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചിലപ്പോൾ 6 മണിക്ക് ശേഷം അവിടെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് ആ നഷ്ടപ്പെട്ട മണിക്കൂർ. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുള്ള ബൂത്ത് കൂടിയാണിത്. എന്തായാലും പരമാവധി ആളുകൾ അവിടെ വോട്ട് ചെയ്യുന്ന നില ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.